യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കാൻ, ഗ്രഹിക്കാൻ ഇന്ന് മനസ്സ് വെച്ച എല്ലാ കുട്ടികൾക്കും കർത്താവിൻ്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കുട്ടികളെന്ന് പറയുമ്പോൾ കർത്താവിന് മുൻപാകെ കുട്ടികളല്ലാത്തവർ ആരുമില്ല. കാരണം ഏത് വാർദ്ധക്യത്തിലെത്തിയവരും ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഒരുവനത്രേ നിങ്ങളുടെ ഗുരു, അത് ക്രിസ്തുവാകും. നമ്മുടെ അധ്യാപകൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അത് മനുഷ്യനായി ജനിച്ച് 5 വയസ്സുള്ളവനായിരുന്നാലും 50 വയസ്സുള്ളവനായിരുന്നാലും 100 വയസ്സുള്ളവനായിരുന്നാലും അവരുടെ എല്ലാവരുടെയും അധ്യാപകൻ, ഗുരു ക്രിസ്തുവാണ്. അതായത് ക്രിസ്തുവിൻ്റെ കുട്ടികളാണ് നമ്മളെല്ലാവരും. വാക്യം ഓർത്തോളണം. എന്താണ്? ഒരുവനത്രേ നിങ്ങളുടെ ഗുരു, അത് ക്രിസ്തു തന്നെ. ആ വാക്യം നമ്മൾ മറന്നുപോകരുത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരിൽ ജീവനുള്ളതിനൊക്കെയും ഗുരു ആരാണ്? ക്രിസ്തുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം 1-ാമത്തെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മനുഷ്യൻ എങ്ങനെയായിരിക്കണം? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കണം. 1. 2. തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവൻ ആയിരിക്കണം. 3. അവൻ ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കണം. അതിനെക്കുറിച്ച് 3 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഈ പാഠഭാഗത്തിൽ കൂടി ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത്. തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്. ഏത് വൃക്ഷത്തിനും ഫലം കായ്ക്കണമെങ്കിൽ ഒരു സമയമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചക്ക ഉണ്ടാകുന്ന കാലമെന്ന് പറയുന്നത് ഏകദേശം ജൂൺ മുതൽ ഉള്ള കാലഘട്ടമാണ്. അതേപോലെ തന്നെ മാങ്ങ ഉണ്ടാകുന്ന കാലമെന്ന് പറയുന്നത് ഏതാണ്ട് അതിനോടൊക്കെ അടുത്തുണ്ടാകുന്നതാണ്. ഇതുപോലെ പേരയ്ക്ക, ആപ്പിള്, ഇങ്ങനെയുള്ള എല്ലാ വൃക്ഷഫലങ്ങൾക്കും അതിൻ്റേതായ ഒരു കാലഘട്ടമുണ്ട്. അല്ല, ആ കാലഘട്ടം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ കാലഘട്ടം കൂടാതെ നമ്മൾ ആ ഫലം പറിക്കാൻ ചെന്നാൽ കാണില്ല, കാണാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ ഈ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത് എന്ന് പറഞ്ഞത് എന്താണ്? അതാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. ആ വൃക്ഷത്തിന് ഫലം കായ്ക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ പോരെ? അതിൻ്റെതായ കാലത്ത് ഫലം കായ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അറിയാം. പക്ഷെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഈ തക്ക കാലം? ഇത് ഒരു മനുഷ്യൻ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 3 കാര്യങ്ങളാണ്. തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കണം. അതിന് ഒരു ഉദാഹരണമായിട്ട് യേശു ഈ ലോകത്തിൽ തൻ്റെ ശിഷ്യന്മാരുമായി പാലസ്തീനിൽ, അതായത് ഇന്നത്തെ ആ പാലസ്തീൻ പരിസരത്ത്, ആ സ്ഥലത്ത് ജീവിച്ചിരുന്ന കാലത്തെ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ ഈ കാര്യത്തെ സംബന്ധിച്ച് പഠിക്കാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശു ഒരിക്കൽ ബഥാന്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുവാൻ ഇടയായി തീർന്നു. ആ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധയോടെ വായിക്കാം. സുവിശേഷം മർക്കോസ് 11:12. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 12-13.
12 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പിറ്റേന്നാൾ അവർ ബഥാന്യ വിട്ട് പോരുമ്പോൾ അവന് വിശന്നു. അതായത് ഈ ബഥാന്യയിലായിരുന്ന യേശു അത് വിട്ട് പോയപ്പോൾ നല്ല വിശപ്പ്. യേശു ലോകത്തിലായിരുന്നപ്പോൾ നമ്മളെപ്പോലെ തന്നെ വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു, വളർച്ചയുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു, കഷ്ടതയുണ്ടായിരുന്നു, ഞെരുക്കമുണ്ടായിരുന്നു, കണ്ണുനീരുണ്ടായിരുന്നു. എല്ലാം നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനായി തന്നെയാണ് യേശു ഈ ലോകത്തിൽ ജീവിച്ചത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനാകാൻ ആവശ്യമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നു. ആ കർത്താവിന് ഈ ബേഥാന്യ എന്ന് പറയുന്ന സ്ഥലം വിട്ടു പോയപ്പോൾ അവൻ വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അപ്പോൾ ഇസ്രായേലില് നോക്കുമ്പോൾ അത്തി വൃക്ഷത്തിന്റെ തോട്ടമുണ്ട്, മുന്തിരി വൃക്ഷത്തിന്റെ തോട്ടമുണ്ട്, ആപ്പിളിന്റെ തോട്ടമുണ്ട്. കാരണം അവിടെ ഈ ആ പ്രദേശങ്ങളിൽ ഫലവൃക്ഷങ്ങൾ ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. ഒലിവ് വൃക്ഷം അവിടുത്തെ പ്രധാന വൃക്ഷങ്ങളാണ്. ഒലിവ് വൃക്ഷം, അത്തിവൃക്ഷം മുതലായിട്ടുള്ള ഇതൊക്കെയും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതാണ്. അപ്പോൾ യേശു അകലെ നിന്ന് നോക്കി നല്ല വിശപ്പാണ്. നല്ല വിശപ്പോടുകൂടി നോക്കിയപ്പോൾ ഒരു വൃക്ഷം നിൽക്കുന്നു, അത്തിവൃക്ഷമാണ്. അപ്പൊ അത്തിവൃക്ഷം നിൽക്കുന്നത് കണ്ട് യേശു ആ വിശപ്പോടുകൂടി, ഒരാൾ വിശന്നു കഴിഞ്ഞാൽ ഫലമുള്ള ഒരു വൃക്ഷത്തിലേക്ക് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പേരയ്ക്ക ഉണ്ടാകുന്ന പേരമരത്തിൽ പേരയ്ക്ക ഉണ്ടായി കിടക്കണമെന്ന് കണ്ടുകൊണ്ട് കുട്ടികളൊക്കെ വഴികൂടെ പോകുമ്പോൾ, സ്കൂളൊക്കെ വിട്ട് പോകുമ്പോൾ അതിലേക്ക് നോക്കി പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. ചിലർ അതിൽ കയറി പറിക്കാറുമുണ്ട്, വീണ് കിടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നവരും ഉണ്ട്. അപ്പോൾ യേശു ഈ വൃക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ ഇതിനകത്ത് ഫലമുണ്ടാകും. കാരണം തഴച്ചു നിൽക്കുക. യേശു അങ്ങോട്ട് ചെന്നു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അത്തിയുടെ വൃക്ഷമാണ്, അതിൽ എന്തെങ്കിലും ഒരു ഫലം കണ്ടു കിട്ടുമോ എന്ന് വിചാരിച്ച് അന്വേഷിച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അവിടെ നോക്കിയപ്പോൾ നല്ല തഴച്ച ഇല. അപ്പോൾ നമ്മൾ ആദ്യം വായിച്ചല്ലോ, നമ്മൾ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ വായിച്ചത് പ്രകാരമാണ്. 1-ാം സങ്കീർത്തനത്തിൽ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കണം, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കണം, ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കണം. അങ്ങനെ ഇരിക്കണം നമ്മൾ. അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിലൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നതാണ് തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം. ഇത് ചെന്ന് നോക്കിയപ്പോൾ ഇലയ്ക്കൊരു കുഴപ്പമില്ല, നല്ല ഇലയൊന്നും വാടാതെ തഴച്ചു നിൽക്കുന്നുണ്ട്, എല്ലാ കാര്യം. പക്ഷെ ഈ ഫലം കിട്ടുമോ എന്ന് നോക്കി അങ്ങോട്ട് ചെന്നു, ഒന്നും കാണുന്നില്ല. ഇത്രയും ഇലത്തഴപ്പുണ്ടെങ്കിലും, ഇത്രയും വലിയ വൃക്ഷമാണെങ്കിലും അതിനകത്ത് ഫലമില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. കാരണം ആ അത്തിപ്പഴത്തിന്റെ കാലമല്ല. അത്തിപ്പഴം ഉണ്ടാകുന്നത് നമ്മളും കുറഞ്ഞല്ലോ. ഇപ്പൊ നമുക്ക് ജനുവരിയിൽ അല്ലെങ്കിൽ ഡിസംബറിൽ ഒരു ചക്ക തിന്നണം. കിട്ടുമോ? കിട്ടൂല. അത് ചക്കപ്പഴത്തിന്റെ കാലമല്ല. അപ്പോൾ ഒരു പ്ലാവ് കണ്ട് ആ പ്ലാവിലേക്ക് നമ്മൾ ആഗ്രഹത്തോടു കൂടി ചെന്ന്, നല്ല വിശപ്പാ, ഒരു ചക്ക തിന്നാനായിട്ട് ഭയങ്കര ആഗ്രഹം, വിശേഷാൽ ഒരു ചക്കപ്പഴത്തിന്റെ ഒരു ചുള തിന്നണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെന്നു. കിട്ടുമോ? ഇല്ല. അത് ചെല്ലണമെങ്കിൽ അത് ആ കാലമല്ല. ചക്കപ്പഴം ഉണ്ടാകുന്നതിനൊരു കാലമുണ്ട്, ആ കാലത്തെ ചെല്ലാവുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ യേശു എന്ത് ചെയ്ത്? ആഗ്രഹത്തോടെ ചെന്നു എന്നാ. അപ്പൊ തെറ്റാരെയാ? നീ അത്തിവൃക്ഷത്തോട് ചോദിക്കുക, നീ എന്താ കർത്താവ് വന്നിട്ട് ഒരു ഫലമില്ലായിരുന്നു? അയ്യോ, അത്
അത്തിപ്പഴം കായ്ക്കുന്ന കാലമല്ല. ഒരു 4 മാസം കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് പഴം ഉണ്ടാവും. എല്ലാ വർഷവും കായ്ക്കുന്നതല്ലേ. അല്ലാതെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഫലം ഉണ്ടാവുമോ? അത്തിപ്പഴം പറയണത് ശരിയാ. അത്തി പറയണത് ശരിയാ. യേശുവിനോട് ചോദിച്ച്, അത്തിപ്പഴമല്ലെന്ന്, അത്തിപ്പഴത്തിന്റെ കാലമല്ലെന്ന് നമ്മളെക്കാൾ കൂടുതൽ യേശുവിനറിയാം. യേശുവിന് എല്ലാം അറിയാം. യേശുവിനറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പിന്നെ എന്തിനാ യേശു അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞിട്ടും അവിടെ പോയി ഫലം അന്വേഷിച്ചതിന് വേണ്ടിയിട്ടാണ്? കർത്താവ് ജ്ഞാനിയാണല്ലോ. ദൈവജ്ഞാനമായ ക്രിസ്തുവാണ് യേശു. പിന്നെ യേശു അങ്ങനെ ചെയ്തതെന്താ? അതിനാണ് കർത്താവ് പറയുന്നത്. വായിച്ചോ. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു ശാപവാക്കും. അയ്യോ, യേശു ഒരു ശാപവാക്ക് പറയുന്നത് ഏതെങ്കിലും മനുഷ്യനെ യേശു ശപിച്ചിട്ടുണ്ടോ? നമുക്കറിയില്ല. യേശു മനുഷ്യരുടെ പ്രാണങ്ങളെ രക്ഷിക്കാനാവുന്നത്. യേശു അങ്ങനെയൊന്നും ഒരു പ്രാണനെയും നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷെ ഈ അത്തിവൃക്ഷത്തോട് പറയുകയാണ് ഒരു ശാപം. ഞാനിപ്പോ വന്നിട്ട് നിന്നിൽ ഒരു അത്തിപ്പഴം കണ്ടില്ലല്ലോ, ഇനി നിന്നിൽ ഒരു അത്തിപ്പഴം ഇല്ലായിരിക്കും, ഉണ്ടാകാതെ പോട്ടെ ഒരിക്കലും. പിന്നെ അടുത്ത് ഇത് കഴിഞ്ഞ ശേഷം ഇവരങ്ങ് പോയതിനു ശേഷം പിന്നീട് അവർ തിരിച്ച് ആ വഴി വരണ്ട വന്ന്. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അവർ പോയതിനു ശേഷം വീണ്ടും തിരിച്ച് ആ വഴിക്ക് പോകേണ്ട വന്ന് നോക്കിയപ്പോ യേശു ശപിച്ച ഈ അത്തി ഏലത്തഴപ്പോടുകൂടി ആറ്റരകത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തെ പോലെ നല്ല തഴച്ച് നിന്നിരുന്ന ആ അത്തിവൃക്ഷം വേരോടുകൂടി ഉണങ്ങിപ്പോയി. തടി മാത്രമല്ല, ഇല മാത്രമല്ല, മുഴുവനും ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പൊ പത്രോസ് പറഞ്ഞു, കർത്താവിന്റെ ശിഷ്യനായ പത്രോസ് പറഞ്ഞു, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. കർത്താവേ, ഗുരോ, റബി എന്ന് പറഞ്ഞാൽ ഗുരോ, നീ ശപിച്ച ഈ അത്തി ഉണങ്ങിപ്പോയല്ലോ. കണ്ടില്ലേ, വേരോടുകൂടി ഇലയും ഇതുമെല്ലാം പൊഴിഞ്ഞ് എല്ലാം ഉണങ്ങിപ്പോയത്. എന്താണ് അതിന്റെ കാരണം? ഇതിനാണ് കർത്താവിന്റെ വചനം തക്ക കാലം എന്ന് പറയുന്നത്. തക്ക കാലം എന്ന് പറയുന്നത് ഫലമെടുപ്പിന് 2 കാലമുണ്ട്. ഒന്ന് ആ വൃക്ഷത്തിൻ്റെതായ കാലം, 2 സൃഷ്ടിതാവിൻ്റെ കാലം, സൃഷ്ടാവായ ദൈവത്തിൻ്റെ കാലം. എന്ന് പറഞ്ഞാൽ അത്തി നട്ടതിന് ശേഷം നട്ട കൃഷിക്കാരൻ ചെല്ലും പറിക്കാനായിട്ട്. അതൊരു കാലം, അത് അത്തിയുടെ കാലം. ഉടയവൻ ചെല്ലും, കർത്താവ് ചെല്ലുന്നത് തക്ക കാലം. അപ്പൊ ഫലം കായ്ക്കുന്നതിന് വൃക്ഷത്തിന് ഫലം കായ്ക്കുന്നതിന് എത്ര കാലമുണ്ട്? 2 കാലം. ഒന്ന് വൃക്ഷത്തിന്റെ കാലം, 2 തക്ക കാലം. എന്നോട് പറഞ്ഞേ, ഒരു വൃക്ഷം കായ്ക്കുന്നതിന് 2 കാലം. ഒന്ന് വൃക്ഷത്തിന്റെ കാലം, 2 തക്ക കാലം. വൃക്ഷത്തിന്റെ കാലത്ത് വിളവെടുക്കാൻ, പഴം പറിക്കാൻ ചെല്ലുന്ന ആരാ? നട്ട കൃഷിക്കാരൻ. തക്ക കാലത്ത് ഫലം എടുക്കാൻ ചെല്ലുന്ന ആരാ? കർത്താവ്. അതായത് സകലത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവം ചെല്ലുന്നതാണ് ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് തക്ക കാലം.
തക്ക കാലം നമ്മൾ ഫലം കായ്ക്കേണ്ടത് ഏത് സമയത്താ? സ്വാഭാവികമായിട്ട് നമ്മിലൊരു ഫലമുണ്ട്. എല്ലാ വൃക്ഷങ്ങൾക്കും അതിൻ്റെതായ ഒരു ഫലമുണ്ട്. പക്ഷേ ഫലം കായ്ക്കേണ്ടത് തക്ക കാലം. കാരണം തക്ക കാലത്ത് വരുന്നവനാരാ? ഉടയവനാണ്, കർത്താവാണ് വരുന്നത്. ആ സമയത്ത് ഫലമില്ലെങ്കിൽ ആ വൃക്ഷം ശപിക്കപ്പെട്ടു പോകും. മനസ്സിലായല്ലോ? ഇതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ദൈവത്തിന്റെ മക്കൾ എങ്ങനെയായിരിക്കണം? തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവരായിരിക്കും. തക്ക കാലത്ത് ഫലം അന്വേഷിച്ച് വരുന്നവരാരാ? കർത്താവായ യേശുവാണ് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്, ഫലം അന്വേഷിച്ച് വരുന്നത്. തക്ക കാലത്ത് ഫലം പുറപ്പെടുവിച്ച് യേശുവിന് കിട്ടിയില്ലെങ്കിൽ ആ വൃക്ഷഫലം എന്തായിത്തീരും? ശപിക്കപ്പെട്ടതായിത്തീരും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ആ വൃക്ഷം ഉണങ്ങിപ്പോകും. അത് പിന്നെ തീയിലിട്ട് ചുട്ടുകളയുക എന്നത്രേ ഇതിന്റെ അവസാനം. അത് പ്രയോജനം ചെയ്യുകയില്ല. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പഠിച്ച വചനഭാഗം ഒരിക്കൽ കൂടി നമ്മൾ ഹൃദയത്തിൽ ആവർത്തിച്ചു കൊള്ളണം. എന്ത്? എല്ലാ വൃക്ഷങ്ങൾക്കും ഫലം കായ്ക്കുന്ന ഒരു സീസൺ ഉണ്ട്, ഒരു സമയമുണ്ട്. അതിന് ആ വൃക്ഷത്തിൻ്റെ ഫലം കായ്ക്കുന്ന കാലം എന്ന് പറയുന്നു. എന്നാൽ വൃക്ഷത്തിൽ ഉടയവൻ കർത്താവ് ഫലമന്വേഷിച്ച് ചെല്ലുന്ന കാലമുണ്ട്. ആ കാലമാണ് ആ വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തക്ക കാലം എന്ന് പറയുന്നത്. വൃക്ഷത്തിന്റെ കാലത്ത് ഫലമന്വേഷിച്ച് ചെല്ലുന്നത് നട്ട കൃഷിക്കാരൻ, തക്ക കാലത്ത് ഫലമന്വേഷിച്ച് ചെല്ലുന്നത് കർത്താവായ യേശു. യേശു ഫലമന്വേഷിച്ച് ചെല്ലുമ്പോൾ ഫലമില്ല എങ്കിൽ ആ വൃക്ഷം ശപിക്കപ്പെട്ടതായിരിക്കും. അങ്ങനെയുള്ളത് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഏത് കാലത്ത് ഫലം കായ്ക്കുന്നവരായിരിക്കണം? നിർബന്ധമായിട്ടും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവരായിരിക്കണം. കാരണം ഫലം തക്ക കാലത്ത് പുറപ്പെടുവിക്കുന്നവൻ ദൈവത്താൽ അനുഗ്രഹവും നിത്യജീവനും പ്രാപിക്കും. ഇങ്ങനെ ഒരു മനുഷ്യൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇനിയുള്ള പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ തുടർച്ചയായിട്ടുള്ള ഈ പാഠത്തിൽ നമ്മൾ ശ്രദ്ധാപൂർവം നമ്മൾ ഇരുന്ന് പഠിച്ച് നമ്മൾ ക്രിസ്തുവിന് കൊള്ളാകുന്നവരായി അനുഗ്രഹപൂർത്തീകരണം പ്രാപിപ്പാൻ ഇടവരുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.